എങ്ങനെയെങ്കിലും സ്റ്റേഷനിലൊന്ന് കയറി കിട്ടിയാൽ മതി. പിന്നെ ഇമാരി പണിയൊന്നും എടുക്കണ്ടല്ലോ. എന്റെ പൊന്നുമനടാ, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നരകമാണ്, നരകം. അതിലൊക്കെ എത്രയോ ഭേദമാണ് നമ്മുടെ ഈ ക്യാമ്പ്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ തന്നെ നിന്റെയൊക്കെ സ്വഭാവം തന്നെ മാറിക്കും. അതെന്നാ സാറേ സാറിന് ഈ പോലീസ് സ്റ്റേഷൻ ഇത്രയും ദേഷ്യം? നിങ്ങൾ ആരെങ്കിലും നീ കിടക്കാൻ സാധ്യതയില്ല. ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടോ 2 ദിവസം? ഞാനുണ്ടോ സാറേ? ഇടി കൊണ്ടിട്ടുണ്ടോ? സാർ എന്തിനകത്തിടുന്നേ? നമ്മുടെ പഴയ വെട്ടുകേസല്ലേ സാറേ? വെട്ടുകേസാ? പഴയ കഥയാ. ഞാൻ പോലീസൊക്കെ വരുന്നതിന് മുമ്പ് SSLC പാസ്സായി ജോലിയും പണിയൊന്നുമില്ല നോക്കിയാ. അപ്പൊ ഞാൻ കോതമംഗലത്ത് കൂപ്പിൽ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ കൂപ്പിനടുത്തുള്ള വീട്ടിൽ നിന്നാ ഭക്ഷണം. ഒരമ്മേൻ്റെ മക്കളും. ആ സ്ത്രീ വെക്കുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കൊടുത്തു കൂട്ടുകയില്ല. മക്കളും പാവങ്ങളാ, നല്ല സ്വഭാവം. നമുക്ക് ഈ കുടുംബങ്ങളുമായിട്ട് അടുത്ത പഴക്കമില്ലല്ലോ, ആദ്യമായിട്ടാ. അവർക്ക് പക്ഷേ എന്നെ ഒരു മകനെ പോലെയായിരുന്നു. അപ്പൊ നാട്ടിലെടുത്ത് ഭയങ്കര ക്രിമി കടിക്കും. അവരെ എന്നെ ചെറുത്ത് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യമില്ല, സങ്കടമാണ്. അതിനൊക്കെ പറയാം, മോശമല്ലേ? ഒരു മഴയത്ത് പാടത്ത് വെച്ച് കിട്ടി കൊടുത്തു. ആ കേസിൽ 3 ദിവസം പോലീസ് സ്റ്റേഷനിൽ. പോലീസുകാർ വരുന്നവനും പോകുന്നവനൊക്കെ തല്ലിയ കാര്യം പോലും ചോദിക്കാതെ. എന്നിട്ട് അയാൾക്ക് എന്തായി സാറേ? ചത്തൊന്നുമില്ല. സാറിന് അവിടെ ആരോടും അങ്ങനെ ഒന്നും ഉണ്ടായില്ല? അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഇഷ്ടമായിരുന്നു അവരിൽ മൂത്തതിനോട്. ആളിപ്പോ എവിടെയുണ്ട് സാറേ? അപ്പൊ എന്റെ വീട്ടിലുണ്ട്. എന്റെ ഭാര്യ ലളിത. ഇത്രയും കലിപ്പുണ്ടായിട്ടും സാറുണ്ട് എന്തിനാ പോലീസിൽ കയറി? ജീവിതമല്ലവനെ, പോലീസല്ല എന്ത് പണിയെടുക്കേണ്ടി വരും.